9ാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള ന്യൂ ടെക്സ്റ്റ് സോഷ്യൽ സയൻസ് ആണ് ക്ലാസ് എടുക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് അയച്ച കത്തിലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ദിസ് എക്സ്പെക്ട് ഈസ് ടേക്കൺ ഫ്രം ജവഹർലാൽ നെഹ്റൂസ് ലെറ്റേഴ്സ് ഫ്രം എ father to his daughter. This letter refers to the life of primitive humans. അതായത് ഈ ആദിമ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കുറച്ച് സൂചനകളാണ് ഈ കത്തിലുള്ളത്. അപ്പോൾ അതിലൊരു ചോദ്യമുണ്ട്. വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദി കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് were used by humans to protect themselves from wild animals? അതായത് കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഏതു തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഈ കത്തിൽ പറയുന്നത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സ്പിയേഴ്സ്, അതായത് കുന്തം, പിന്നെ സ്റ്റോൺ നീഡിൽ കൽസൂചി, പിന്നെ സ്റ്റോൺ ആക്സ് കല്ല് കൊണ്ടുള്ള മഴു എന്നിവയൊക്കെയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ അടുത്ത പേജ് എടുക്കുക. അടുത്ത പേജ് മുതലാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അതെന്താണെന്ന് നോക്കാം. What could be the purpose for which humans in that period used such tools? അതായത് ഇത്തരം ഉപകരണങ്ങളൊക്കെ അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഇതുപോലെയുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിരുന്നത്? എന്തിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കും? അതായത് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രം അനിമൽസ്, ഫോർ ഹണ്ടിങ് അല്ലേ? അപ്പോൾ ഹണ്ടിങ്ങിനും പിന്നെ അനിമൽസിൽ നിന്ന് രക്ഷ നേടാനും പിന്നെ എന്തിനൊക്കെ ആയിരിക്കും? മരങ്ങളൊക്കെ വെട്ടാനും ഒക്കെ ആയിരിക്കാം ഈ ഉപകരണങ്ങളെന്ന് ഉപയോഗിച്ചിരുന്നത്. അടുത്തത്, ദി ടൂൾസ് ഡെവലപ്ഡ് ഫോർ ദി എബവ് മെൻഷൻഡ് പർപ്പസസ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ദി ബിഗിനിങ്. ലേറ്റർ സ്റ്റോൺ വാസ് റീപ്ലേസ്ഡ് ബൈ മെറ്റൽ. അതായത് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ ശിലകൾ കൊണ്ടുള്ളവയായിരുന്നു. ശില എന്ന് പറഞ്ഞാൽ കല്ല്. പിൽക്കാലത്ത് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വന്നു. ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻടു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദി ബേസിസ് ഓഫ് ദി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. അതായത് മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഈ ആർക്കിയോളജിസ്റ്റ്, പുരാവസ്തു ഗവേഷകരൊക്കെ മാനവചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോൺ ഏജ്, പിന്നെ മെറ്റൽ ഏജ്, അതായത് ശിലായുഗം, ലോഹയുഗം, അങ്ങനെ രണ്ട് കാലഘട്ടങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ സ്റ്റോൺ ഏജിൽ ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, അങ്ങനെ 3 ഏജുകൾ. സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. അതായത് ശിലായുഗത്തിൽ പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, വെങ്കലയുഗം, അങ്ങനെ ആണ് തിരിച്ചിരിക്കുന്നത്. പിന്നെ മെറ്റൽ ഏജ്, ലോഹയുഗത്തിൽ എന്തൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്? ബ്രോൺസ് ഏജ്, അയൺ ഏജ്. അപ്പോൾ ബ്രോൺസ് ഏജ്, അയൺ ഏജ് എന്ന് പറഞ്ഞ് മെറ്റൽ ഏജിനെ തിരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ബ്രോൺസ് ഏജ് വെങ്കലയുഗം, മെറ്റൽ ഏജ്, അയൺ ഏജ് ഇരുമ്പ് യുഗം. ഇനി അടുത്തത് സ്റ്റോൺ ഏജ്. എന്താണ് സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലായുഗം. ഈ ശിലായുഗത്തെക്കുറിച്ച് ഒന്ന് വായിക്കാം. Have you ever thought why the first phase of human history was called the Stone Age? Humans used stones to make tools and weapons during that period. So, historians describe this phase as Stone Age based on the method used to make stone tools. The Stone Age is divided into 3: Paleolithic, Mesolithic and Neolithic. അതായത് സ്റ്റോൺ ഏജിന് ശിലായുഗത്തിൻ്റെ കാര്യമാണ് നമ്മളിനി പഠിക്കുന്നത്. അതായത് മാനവചരിത്രത്തിൻ്റെ ആദ്യ ഘട്ടത്തെ ശിലായുഗമെന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ട്, ശിലകൾ കൊണ്ടാണ്, സ്റ്റോൺ കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ചരിത്രകാരന്മാർ ഇതിനെ സ്റ്റോൺ ഏജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3ആയി തിരിക്കുന്നു. ഇനി അവയുടെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ്
ലുക്ക് അറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദീസ്. അപ്പം അങ്ങനെ അവിടെ ഫീച്ചേഴ്സ് നോക്കാം. പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദി പാലിയോലിത്തിക് ഏജ് ഈസ് ദി യൂസ് ഓഫ് റഫ് സ്റ്റോൺ ടൂൾസ്. ദി ടേം പാലിയോലിത്തിക് ഈസ് derived from two Greek words palios and lithos. അപ്പോൾ ഈ പാലിയോലിത്തിക് ഏജ് അതായത് പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. പാലിയോസ് അതായത് അതിൻ്റെ അർത്ഥം പ്രാചീനം, ഓൾഡ് എന്നാണ്. ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ എന്നാണ്. അങ്ങനെ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്നുള്ള പദം രൂപം കൊണ്ടത്. The making of tools is related to the means of subsistence of primitive humans. Archaeologists point out that there were three main stages in the use of tools. They are given below. ഈ ആദിമ മനുഷ്യരുടെ അതായത് പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ ജീവനോപാധികളുമായിട്ട് ബന്ധമുള്ളതാണ് ഈ ഉപകരണങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് ഈ ആർക്കിയോളജിസ്റ്റൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവ ചുവടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? 1 യൂട്ടിലൈസേഷൻ, 2 ഫാഷനിങ്, 3 സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തൽ. എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദയർ ഷേപ്പ്. അതായത് അവർക്ക് ലഭിക്കുന്ന കല്ലുകളെയൊക്കെ രൂപമാറ്റം വരാതെ തന്നെ ഉപയോഗിക്കുന്ന രീതി. പിന്നെ എന്താണ്? ഫാഷനിങ് അതായത് രൂപമാറ്റം വരുത്തൽ. The method of using available stones by changing the shape according to the need. അതായത് ലഭ്യമായ കല്ലുകളെല്ലാം അതായത് രൂപമാറ്റം വരുത്തുക, ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് ഫാഷനിങ്. അടുത്തത് എന്താണ്? സ്റ്റാൻഡേർഡൈസേഷൻ ക്രമവൽക്കരണം എന്ന് വെച്ചാൽ ദി മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസസ്. അതായത് പർപ്പസ് എന്ന് വെച്ചാൽ ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി. ഇനി അടുത്തതായിട്ട് കുറച്ച് ടൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണം. ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ ആർ ദി ഡിഫറെൻറ്റ് ടൂൾസ് യൂസ്ഡ് ബൈ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് പാലിയോലിത്തിക് ഏജ്. ഒബ്സർവ് ദം ആൻഡ് ലിസ്റ്റ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ദീസ് ടൂൾസ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് അതായത് പ്രാചീന ശിലായുഗത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവ നിരീക്ഷിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഈ ഉപകരണങ്ങളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതണം. നിങ്ങൾക്കത് എന്തൊക്കെയായിട്ട് തോന്നുന്നുണ്ടോ ആ 3 കണ്ടിട്ട് അപ്പോൾ നിങ്ങളത് എഴുതുക. ഇനി അടുത്തതായിട്ട് നമുക്ക് കോർ ആൻഡ് ഫ്ലേക്സ്. ഇതാണ് കോർ ആൻഡ് ഫ്ലേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃശിലകളും കൽച്ചീളുകളും കോർ ആൻഡ് ഫ്ലേക്സ് വായിക്കാം. When a piece of stone is broken into 2 or more pieces, the largest piece is called the core and the smaller pieces are called flakes. Those made of core stones are called core tools and those made of stone flakes are called flake tools. അതായത് ഒരു കഷ്ണം കല്ലിനെ അവർ 2ഓ അതിലധികമോ ആയിട്ട് പൊട്ടിക്കുന്നു. അപ്പോൾ അങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിലേറ്റവും വലിയ കഷ്ണത്തെയാണ് ഈ കോർ അഥവാ മാതൃശില എന്ന് പറയുന്നത്. പിന്നെ ചെറിയ കഷ്ണത്തെ കൽച്ചീളുകൾ അഥവാ ഫ്ലേക്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കോഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉപകരണത്തെയാണ് എന്ത് പറയുന്നത്? മാതൃശില ഉപകരണങ്ങളെന്നും ഈ കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീൾ ഉപകരണങ്ങളെന്നും പറയുന്നു. അപ്പോൾ സ്റ്റോൺ ഫ്ലേക്സ് ആൻഡ് കോൾഡ് ഫ്ലേക്ക് ടൂൾസ്. ഇനി അടുത്തതായിട്ട് 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ചോപ്പിംഗ് ടൂൾസ് അതായത് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ. പിന്നെയോ സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്സ് അതായത് ബ്ലേഡ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ചില ഉപകരണങ്ങളും കൊടുത്തിട്ടുണ്ട്. Towards the end of the Paleolithic period, humans used tools made of bones in addition to stone tools. Observe the pictures given below. അപ്പോൾ ഈ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ടൊക്കെ നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് ബോൺസ് കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു.
അത് ചുവടെ നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾ നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്താണ്, ഡു ദി ടൂൾസ് ഇൻ ദി പിക്ചർ റിസംബിൾ എനി ടൂൾ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്, ഇഫ് യെസ് വിച്ച് ആർ ദേ. അതായത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യം തോന്നുന്നുണ്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളതായിട്ട്? അപ്പോൾ അതങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏതൊക്കെയാണെന്ന് എഴുതാം. നിങ്ങൾ പിക്ചർ നിരീക്ഷിച്ചിട്ട് എന്തൊക്കെയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എഴുതാം. വാക്കത്തി പോലെയും അമ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിരീക്ഷണങ്ങൾക്ക് അടിസ്ഥാനമാക്കി അത് എഴുതുക. അടുത്തത് ഒരു കുറേ കേവ്സിൻ്റെ, അതായത് കുറേ ഗുഹകളുടെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഗുഹകളുടെ ചിത്രങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നാണ് പറയുന്നത്. ചവറ്റ്, അത് ഫ്രാൻസ്, അത് മലയാളത്തിൽ ശോഭ എന്ന് പറയും. പിന്നെ ലാസ്കോ, ഫ്രാൻസ്, ലാസ്കോ കേവ്, അത് ഫ്രാൻസിലാണ്. പിന്നെ ഐവറി സ്കൾപ്ചർ സൊറയസ്ക്, അത് റഷ്യയിലാണ്. പിന്നെ കാർവ്ഡ് ഫിംഗേഴ്സ് ഇൻ കുസാക് കേവ്, അത് ഫ്രാൻസിലാണ്. പിന്നെ കാർവിങ്സ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലാ ഗർമ കേവ്, സ്പെയിൻ, അപ്പോൾ സ്പെയിനിൽ. അപ്പോൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഫ്രാൻസിലെയും റഷ്യയിലെയും പിന്നെ ഇവിടുത്തെ സ്പെയിൻ, ഇവിടത്തെയൊക്കെ കുറേ കേവിലെ കുറേ ചിത്രങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവർ പ്രാചീന ഈ പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെ കുറച്ച് കലാസൃഷ്ടികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വായിക്കാം. The pictures given above are the artistic creations of primitive humans. What do you understand from these pictures? It is clear from the pictures that various communication techniques such as simple flowing lines, carved images and sculptures were employed during the late Paleolithic period. Archaeologists are of the opinion that the depiction of animals, the carved figure of an animal and a woman, and the Venus figure are related to rituals or beliefs. The carving on bone found in La Garma cave in Spain are evidences of human artistic skills of that time. അതായത് ഈ പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെയൊക്കെ അവരുടെ കലാസൃഷ്ടികൾ, അവരുടെ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലായത്? അതായത് ലളിതമായിട്ടുള്ള ഒഴുക്കം വരകളാണ്, പിന്നെ കോറിയിട്ട ചിത്രങ്ങളാണ്, പിന്നെ ശില്പങ്ങൾ, അങ്ങനെ വിവിധ മാർഗങ്ങൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നതായിട്ട് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അനിമൽസിൻ്റെയൊക്കെ ചിത്രീകരണം അത് ഷോവെ, ലാസ്കോ കേവ്സിലൊക്കെയാണ്. പിന്നെ അനിമൽസിൻ്റെയും വുമൺ സ്ത്രീകളുടെയൊക്കെ കോറിയിട്ട രൂപം കുസാക് കേവിലാണ്. പിന്നെ വീനസ് പ്രതിമ, അത് സൊറയസ്ക്, അത് റഷ്യയിൽ, എന്നിവ അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുള്ളതായി പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. അതായത് റിച്വൽസ് അതിൻ്റെ ബിലീഫ് ഒക്കെ ആയിട്ട് ബന്ധമുള്ളതായിട്ട് ഈ ആർക്കിയോളജിസ്റ്റൊക്കെ പറയുന്നുണ്ട്. സ്പെയിനിലെ ലാ ഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവാണ്. നെക്സ്റ്റ് പേജ് എന്താണെന്ന് നോക്കാം. Various colors were used to draw the cave paintings. These colors were made by grinding plants, tree bark and fruits and mixing with red stone powder. Such pictures were drawn on the inner walls of the caves where sunlight could not reach. These stone carvings were made using stone needles and sharp-edged weapons. Painting can also be seen on the ceiling of the caves. Such pictures and sculptures are considered to be the evidence of the intellectual and technical skill attained by primitive humans. അതായത് ഈ കേവിൽ, അതായത് ഗുഹയിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ ഇതൊക്കെ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് ഈ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഈ ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങളൊക്കെ അവർ വരച്ചിരുന്നത്. കൽസൂചികളും പിന്നെ മുനയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. ഗുഹകളിലെ മേൽഭിത്തികളിലും ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നു. പിന്നെന്താണ്, പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു. മനസ്സിലായോ?
Let's see what information could be gathered on human life from the tools and art of the Paleolithic age. പ്രാചീന അതായത് ഈ പാലിയോലിത്തിക് ഏജിലെ ഉപകരണങ്ങളും കലകളും എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ വിവരങ്ങളാണ്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ലഭിക്കുന്നത്? യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, lived in caves and open spaces, hunting and gathering were the means of livelihood, bands were the basic unit of society, men were engaged in hunting and women in gathering, food was not stored, nomadic life prevailed. അപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഈ പരുക്കൻ അതായത് റഫ് സ്റ്റോൺസ് ആണ് അവർ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അവർ ഓപ്പൺ സ്പേസിലും കേവ്സിലൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. പിന്നെ ഈ ഹണ്ടിങ്ങും ഒക്കെ ആയിരുന്നു അവരുടെ, അതായത് വേട്ടയാടലും ശേഖരണവും ഒക്കെ ആയിരുന്നു അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ. പിന്നെ ബാൻഡുകൾ, അതായത് മലയാളത്തിൽ പറ്റങ്ങൾ, ഈ പറ്റങ്ങളായിരുന്നു ഈ സമൂഹത്തിൻ്റെ ഈ സൊസൈറ്റിയുടെ ബേസിക് എന്ന് പറയുന്നത്, അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. പിന്നെ പുരുഷന്മാർ ഈ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിൽ ഏർപ്പെട്ടിരുന്നു. പിന്നെ അവർ ഫുഡൊന്നും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? നൊമാഡിക് ലൈഫ് പ്രിവൈൽഡ്. അതായത് നൊമാഡിക് ലൈഫ്, ഈ എന്ത് ലൈഫാണത്? നാടോടി ജീവിതമാണ് അവരിൽ നിലനിന്നിരുന്നത്. നാടോടി ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. നാടോടി ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് തന്നെയല്ല, പല പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കും. ഇനി ബാൻഡുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. Bands are small groups of fewer than 100 members. Band members were bound by blood relation. അതായത് ഈ പറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ഈ ബാൻഡുകൾ എന്ന് പറയുന്നത്. അവർ ഈ രക്തബന്ധമാണ് ഈ ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിൽ എന്താണെന്ന് നോക്കാം. അടുത്ത പേജിൽ നോട്ട് ഡൗൺ ദി ഫീച്ചേഴ്സ് ഓഫ് ദി പാലിയോലിത്തിക് സെൻറ്റേഴ്സ് മെൻഷൻഡ് ഓൺ ദി വേൾഡ് മാപ്പ്. അതായത് ഈ വേൾഡ് മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പാലിയോലിത്തിക് സെൻറ്റേഴ്സിൻ്റെയൊക്കെ സവിശേഷതകൾ രേഖപ്പെടുത്തണം വേൾഡ് മാപ്പിൽ. അതെന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? വേൾഡ് മാപ്പിൽ കൊടുത്തിരിക്കുന്നത് ലാസ്കോ കേവ്സ് ഉണ്ട്, കുസാക് കേവ്സ് ഉണ്ട്, പിന്നെ സറേസ്ക് ഉണ്ട്, പിന്നെ ലാ ഗാർമ കേവ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം വായിച്ചതാണ്. അതിൻ്റെ സവിശേഷതകളൊക്കെ ആ പാരഗ്രാഫിൽ കിടക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു നമ്മൾ വായിച്ചത് ആദ്യം? അതായത് ഈ പിന്നെ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ചവക് കേവ്. അതായത് മലയാളത്തിൽ ശോഭ എന്ന് പറയും. അതിൽ അനിമൽസിനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്കോയിൽ ഇതുപോലെ തന്നെ അനിമൽസിൻ്റെ ചിത്രീകരണമാണ്. പിന്നെ കുസാക്കിൽ മൃഗത്തിൻ്റെയും സ്ത്രീയുടെയൊക്കെ കോറിയിട്ട ചിത്രങ്ങളുണ്ട്. പിന്നെ ലാഗർമേലോ ബോൺസും കൊണ്ട്, അതായത് ഈ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച സ്കൾപ്ചേഴ്സും ഉണ്ട്, അസ്ഥികൾ കൊണ്ട് പണിതത്. അടുത്തത് അപ്പോൾ അത്ര മനസ്സിലായില്ല. അപ്പോൾ നിങ്ങളിത് അപ്പുറത്തെ പേജിൽ ആദ്യം വായിച്ചതിൽ ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളുണ്ട്. ഈ ഗുഹകൾ, ഈ കേവ്സിനെ കുറിച്ച് കൊടുത്തിരുന്ന പാര വായിക്കുക. അതിനകത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഈ ഗുഹകളിൽ എന്തൊക്കെയാണ് വരച്ചിട്ടിരിക്കുന്നത് എന്നുള്ള ഫീച്ചേഴ്സൊക്കെ അതിനകത്തുണ്ട്. ഇനി മെസോലിത്തിക് ഏജ് മധ്യശിലായുഗം. ദി മെസോലിത്തിക് ഈസ് ദി സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ദി പാലിയോലിത്തിക് ടു ദി നിയോലിത്തിക്. ദി വേർഡ് മെസോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 Greek words, mesos and lithos. Look at the given picture. Examine the difference between Paleolithic tools and Mesolithic tools. These are smaller tools than the ones used in the Paleolithic age. This is the period when microliths, അതായത് very small tools, were used. അപ്പോൾ അടുത്തായിട്ട് ഈ മെസോലിത്തിക് ഏജ്, ഈ മധ്യശിലായുഗത്തിൽ എന്തൊക്കെയാണുള്ളത്? അതായത് ഈ പാലിയോലിത്തിക് ഏജിൽ നിന്ന് മെസോലിത്തിക് ഏജിലേക്കുള്ള ഒരു പരിവർത്തനത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഈ മധ്യശിലായുഗം എന്ന് പറയുന്നത്, മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അത് 2 ഗ്രീക്ക് വേർഡിൽ നിന്നുണ്ടായ പദമാണ്. മെസോസ് എന്ന് പറഞ്ഞാൽ മധ്യം, ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില, സ്റ്റോൺ എന്നും പറയും.
അതായത് മെസോസ്, മിഡിൽ, ലിത്തോസ്, സ്റ്റോൺ, അങ്ങനെ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ മെസോലിത്തിക് എന്ന പദം ഉണ്ടായത്. നിങ്ങളെ ചിത്രം കൊടുത്തിരിക്കുന്ന നിരീക്ഷിക്കുക. അപ്പോൾ അത് പ്രാചീന ശിലായുഗത്തിൽ, അതായത് മെസോലിത്തിക്കിലെയും ഈ മറ്റേ മെസോലിത്തിക് ഏജിലെയും പാലിയോലിത്തിക് ഏജിലെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. അവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? പ്രാചീന യുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണിത്. അതായത് ഈ പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ വളരെ ചെറുതാണ് മെസോലിത്തിക്കിൽ. പിന്നെ മൈക്രോലിത്തുകൾ, അതായത് സൂക്ഷ്മശിലകൾ, മൈക്രോലിത്തുകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ല് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണിത്. അതായത് മെസോലിത്തിക് ഏജിൽ ഈ മൈക്രോ ലിത്തുകൾ എന്ന് വിളിക്കുന്ന ഒരു സൂക്ഷ്മശിലകളൊക്കെ ഉപയോഗിച്ചിരുന്ന കാലമാണിത്. നെക്സ്റ്റ്, it has already been mentioned that the development of human communication began towards the end of the Paleolithic period. അതായത് ആദിമ മനുഷ്യരുടെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ വികാസം എന്ന് പറയുന്നത് പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ഈ പ്രിമിറ്റീവ് ഹ്യൂമൻസിൻ്റെയൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ വികാസം എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. But in India, this development is mainly seen during the Mesolithic age. The works of art in the cave centers of Bhimbetka, Lagjor and Kathotia in Madhya Pradesh help us understand the ways of life of humans during that period. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താണ് നോക്കാനുള്ളത്? പക്ഷേ അതായത് പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിൻ്റെ വികാസം സൂചിപ്പിച്ചിരുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ മെയിൻലി ഇത് പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ കഴിയുന്ന എവിടെയാണ്? പ്രധാനമായിട്ട് നമുക്കിത് കാണാൻ കഴിയുന്നത് ഈ വികാസം കാണാൻ കഴിയുന്നത് മധ്യശിലായുഗത്തിലാണ്. എവിടെയാണ്? മധ്യശിലായുഗത്തിലാണ്. നമുക്ക് ഈ മെസോലിത്തിക് ഏജിലാണ് ഈ വികാസം എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മധ്യപ്രദേശിലെ ഭീംബേട്ക, പിന്നെ ലക്ഷാവോ, കഥോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികളൊക്കെ ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഭീംബേട്കയിലെയും ലക്ഷാവോർ, കഥോട്ടിയ, വീണ്ടും ലക്ഷാവോ, ഭീംബേട്ക, ലക്ഷാവോർ. ലക്ഷാവോറിൽ തന്നെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭീംബേട്കയിലെ 2 എണ്ണം, കഥോട്ടിയയിലെ 1 എണ്ണം. ഇത് നോക്കി വെച്ച് നിങ്ങൾക്ക് look at the pictures given above and list down the activities depicted in them. അപ്പോൾ ഇതൊക്കെ നോക്കി വെച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ പിക്ചറൊക്കെ നോക്കിയിട്ട് അവരുടെ ഏതെല്ലാം ജീവിതരംഗങ്ങളെയാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്? ഈ ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് അവ മനുഷ്യൻ്റെ, അതായത് ആദിമ മനുഷ്യൻ്റെ ഏതൊക്കെ ജീവിതരംഗങ്ങളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറയണം. ഏതൊക്കെയായിരിക്കും? ഹണ്ടിങ് ഉണ്ട് അല്ലേ? പിന്നെ എന്താണ്? അത് ആനിമൽസിനെയൊക്കെ ഇണക്കി വളർത്തിയിരുന്നു. പിന്നെ അവർക്ക് ഓരോ വിനോദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ എന്താണ്? മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു, വിനോദങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ലിംഗാടിസ്ഥാനത്തിലുള്ള ഒരു ജെൻഡർ അടിസ്ഥാനത്തിലുള്ള ഒരു തൊഴിൽ വിഭജനം ഉണ്ടായിരുന്നു. സ്ത്രീകൾ ആഹാരമൊക്കെ പാകം ചെയ്യുന്നു, പുരുഷന്മാർ പുറത്തേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു തൊഴിൽ വിഭജനം ഉണ്ടായിരുന്നു. പിന്നെ മീൻപിടുത്തം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഈ മൈക്രോലിത്ത് എന്ന് പറയുന്ന ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് എഴുതുക. അടുത്തത് അപ്പോൾ the ways of life Mesolithic humans can be understood from these pictures. The characteristics of this period are given below. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണെന്നുള്ളത്. യൂസ് ഓഫ് മൈക്രോലിത്സ് ഓർ വെരി സ്മോൾ സ്റ്റോൺ ടൂൾസ് apart from hunting and gathering, fishing also became a means of livelihood. Indications of domestication of animals, amusements, division of labor based on gender. അപ്പോൾ ജെൻഡർ അടിസ്ഥാനത്തിൽ ഉള്ള തൊഴിൽ വിഭജനം ഉണ്ടായിരുന്നു. പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിൻ്റെ സൂചനകളൊക്കെ ഉണ്ട്. പിന്നെ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉണ്ടായിരുന്നു. പിന്നെ മൈക്രോലിത്തുകളും ഉപയോഗിച്ചിരുന്നു. ഇനി അടുത്തായിട്ട് മെസോലിത്തിക് സെൻറ്റേഴ്സാണ്. മെസോലിത്തിക് സെൻറ്റേഴ്സ് മധ്യശിലായുഗങ്ങൾ. അതായത് മെസോലിത്തിക് സെൻറ്റേഴ്സ് എവിടെയൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. സ്റ്റാർക്ക,
ഫാഹിയൻ കേവ്സ്, പിന്നെ സരായ് നെഹ്റായ്. ഈ സ്റ്റാർക്കാർ എവിടെയാണ്? ഇംഗ്ലണ്ടിൽ. ഫാഹിയാൻ എവിടെയാണ്? ശ്രീലങ്കയിൽ. സരായ് നെഹ്റായ് ഇന്ത്യയിൽ, ഉത്തർപ്രദേശിലാണ്. അപ്പോൾ താഴത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക. സ്റ്റാർക്കാർ ദി മെസോലിത്തിക് സൈറ്റ് ഇൻ യൂറോപ്പ്. അതായത് യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രത്തെക്കുറിച്ച് ഇനി പറയുന്നത്. It is a Mesolithic open-air settlement in northeast England. The main attraction of this site is the presence of organic remains. Tools made of stone and bone were found here. Evidences of early carpentry have also been found here. It is believed that early humans used this area as a temporary settlement. അതായത് ഈ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ ഈ മെസോലിത്തിക് സെൻറ്ററിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഓപ്പൺ ആയിട്ടുള്ളത്. ജൈവ അവശിഷ്ടങ്ങളുടെ അസാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന സവിശേഷത. ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല മരപ്പണിയുടെ തെളിവുകളും ഇവിടെ അവശേഷിച്ചിട്ടുണ്ട്. പിന്നെ ആദിമമനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായിട്ട് ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഇനി മെസോലിത്തിക് സെൻറ്റേഴ്സ്. നമ്മളിപ്പോൾ സ്റ്റാർക്കാർ, ഇംഗ്ലണ്ടിലുള്ള സ്റ്റാർക്കാറാണ് പഠിച്ചത്, മെസോലിത്തിക് സൈറ്റ് ഇൻ യൂറോപ്പിലെ. നമുക്ക് സരായ് നെഹ്റായ്, അതായത് ഇന്ത്യയിലുള്ള സരായ് നെഹ്റായിനെ കുറിച്ച് നോക്കാം. അത് നമുക്ക് ഒന്ന് നോക്കാം. Sarai Rai is located on the banks of the Oxbow Lake in the Pratap Nagar district in Uttar Pradesh. Microliths, a major feature of the Mesolithic culture period, have been found here. The two human bones found here are significant archaeological evidences. The height of men is 180 cm and that of women is 170 cm. It is believed that bows and arrows were used for hunting. There is evidences to show that seeds were collected and stored and animal hide was used as clothing. ഈ ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, ഇന്ത്യയിലെ യുപിയിലെ സരായ് നെഹ്റായ് എന്ന മെസോലിത്തിക് സെൻറ്ററിനെ കുറിച്ച് ഉത്തർപ്രദേശിൽ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകക്കരയിലാണ് ഈ സരായ് നെഹ്റായ് സ്ഥിതി ചെയ്യുന്നത്. മധ്യശിലായുഗത്തിൻ്റെ പ്രധാന, അതായത് മെസോലിത്തിക് ഏജിൻ്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുകളാണ്, പുരാവസ്തു തെളിവുകളാണ്. ഇതിൽ പുരുഷന്മാരുടെ ഉയരം 180 സെൻറ്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം 170 സെൻറ്റിമീറ്ററുമാണ്. വേട്ടയാടലിന് അവർ അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് കരുതുന്നുണ്ട്. വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതിനും പിന്നെ മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും തെളിവുകൾ ഉണ്ട്. ഇനി അടുത്തതായിട്ട് ലിസ്റ്റ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ആൻഡ് മെസോലിത്തിക് ഹ്യൂമൻ ലൈഫ്. അതായത് പാലിയോലിത്തിക്കിലെയും പിന്നെ ഈ മെസോലിത്തിക്കിലെയൊക്കെ മനുഷ്യ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്തുക. അത് രണ്ടും വായിക്കുമ്പോൾ മനസ്സിലാവും. പ്രാചീന ശിലായുഗത്തിലെയും മധ്യശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങൾ, അതായത് പാലിയോലിത്തിക് ആൻഡ് മെസോലിത്തിക്കിലെ ഈ ഹ്യൂമൻ ലൈഫിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ഇനി നിയോലിത്തിക് ഏജ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നും പറയുക. നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കാണും വരേക്കും വിടാം.